2000-ൽ തുടങ്ങി ഇന്നും സംഗീത ലോകത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന പ്രശസ്ത ഗായികയാണ് സുജാത മോഹൻ. സുജാത മോഹൻ എന്നാൽ പാട്ടുകളെ പ്രണയിക്കുന്നവർക്ക് ഒരു വികാരമാണ്. 2000-ൽ അധികം പാട്ടുകൾ വിവിധ ഭാഷകളിലായി പാടിയിട്ടുള്ള സുജാത മോഹൻ അതിൻ്റെയൊക്കെ ഇരട്ടിയിലധികം സ്റ്റേജ് പെർഫോമൻസും നടത്തിയിട്ടുണ്ട്. 9-ാമത്തെ വയസ്സിൽ പാടി തുടങ്ങിയതാണ് സുജാത. 12-ാം വയസ്സിൽ സിനിമയിൽ പിന്നണി ഗായികയായിട്ട് സെലക്ഷനും ലഭിച്ചു. അതിൻ്റെയെല്ലാം 100 ഇരട്ടിയായിട്ട് താരം സ്റ്റേജ് ഷോകളും നടത്തിയിട്ടുണ്ട്. എന്നാൽ കുറച്ചധികം നാളുകളായി തന്നെ സുജാത മോഹൻ ഗാനരംഗത്ത് അത്ര സജീവമല്ല. ഇക്കഴിഞ്ഞ മാർച്ച് 31-നായിരുന്നു സുജാത മോഹന്റെ 63-ാം പിറന്നാൾ. ആ സമയത്താണ് റെയിൻബോ ചാരിറ്റി ഫൗണ്ടേഷന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ലഭിച്ച സുജാതയുടെ ഒരു വീഡിയോ പുറത്തു വന്നത്. AR റഹ്മാന്റെ സഹോദരിയും ഗായികയുമായ AR റഹീനയാണ് സുജാതയ്ക്ക് പുരസ്കാരം നൽകിയത്. സിനിമകൾ അത്രയും മനോഹരമായി പാട്ടുകൾ പാടിയിട്ടുള്ള സുജാതയ്ക്ക് ഇതുവരെ ഒരു ദേശീയ പുരസ്കാരം കിട്ടിയിട്ടില്ല എന്നായിരുന്നു റൈഹാന തുറന്ന് വേദിയിൽ സംസാരിച്ചത്. ആ സമയത്ത് പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം ആവശ്യപ്പെട്ടു സുജാതയുടെ ഒരു ഗാനത്തിന് വേണ്ടി. എന്നാൽ തനിക്കിപ്പോൾ പാടാൻ സാധിക്കില്ല എന്നായിരുന്നു സുജാത ആ വേദിയിൽ വെച്ച് തന്നെ തുറന്ന് സംസാരിച്ചത്. വോയിസിന് ചെറിയ പ്രശ്നമുണ്ട്. ഇത് പറഞ്ഞപ്പോഴും ഗായികയുടെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. താരത്തിന്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു: കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ സ്റ്റേജ് ഷോകൾ ലൈവ് പെർഫോമൻസ് ഒന്നും നടത്താറില്ല. കാരണം എൻ്റെ ശബ്ദത്തിന് അത്ര സുഖമില്ല. ഇപ്പോൾ ചെറിയ വിശ്രമത്തിന്റെ ആവശ്യമാണ്, അത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ പഴയതുപോലെ നിങ്ങൾക്ക് മുൻപിൽ പാടിക്കൊണ്ട് ഞാൻ എത്തും എന്ന് തന്നെയാണ് സുജാത തന്റെ വാക്കുകളിലൂടെ കൂട്ടിച്ചേർത്ത്. തൊട്ടു പിന്നാലെ നിരവധി പേരാണ് സുജാതയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത്. എന്നാൽ ഇതിനു മുൻപ് തന്നെ സുജാതയ്ക്ക് ശബ്ദത്തിൽ ഈ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. എന്നാൽ അന്നത് മക്കളുടെയും ബന്ധുക്കളുടെയും പ്രാർത്ഥനയ്ക്ക് ഒടുവിലാണ് പരിഹാരമായി തീർന്നത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമ്മയുടെ പാട്ടുകൾ ഇനിയും നമുക്ക് രാപ്പകൽ വ്യത്യാസമില്ലാതെ കേട്ട് ആസ്വദിക്കാം എന്നായിരുന്നു റൈഹാനയും തുറന്നു പറഞ്ഞത്.